ഗായ്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നലെ ആക്ച്വലി ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഇന്നലെ എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല, ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചു. കാരണം ഇന്ന് എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെങ്കിലും എനിക്കൊന്നൊന്ന് ഷോപ്പിങ്ങിന് പോകണം. അതായത് വീട്ടിലെ എല്ലാ അരിമണികൾ മുതൽ എല്ലാ ഉപ്പ് പഞ്ചസാര എല്ലാം തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അപ്പം ഇന്ന് ഷോപ്പിങ്ങിന് പോവാം. അതുപോലെ ജിമ്മിൽ പോകണമെന്നുണ്ട്. അപ്പം എനിക്ക് ഷോപ്പിങ്ങിന് പോകണമെങ്കിലും ജിമ്മിൽ പോകണമെങ്കിലും ഒരു സിറ്റിയിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ നോക്കട്ടെ. ചിലപ്പോൾ ഞാൻ ആദ്യം ഷോപ്പിങ്ങിന് പോയിട്ട് വന്ന ശേഷം ഒന്നോടെ ജിമ്മിൽ പോകും. അല്ലെങ്കിൽ ഞാൻ ഇന്ന് ജിമ്മ് ക്യാൻസൽ ചെയ്ത് ഇന്ന് ഓടാനോ അങ്ങനെ എന്തെങ്കിലും പോകും. എന്താണെങ്കിലും ഇന്ന് എന്തെങ്കിലും ഒരു വർക്കൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഞാൻ ചെയ്യും. ബോഡി ഒന്ന് ഞാൻ മൂവ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ രാവിലത്തെ പ്ലാൻ. പിന്നെ ഈവനിങ് എനിക്കൊരു ക്ലാസ് ഉണ്ട്. നാട്ടിലെ 7:30 ഒരു ക്ലാസ് ഉണ്ട്. അതിന് മുന്നേ ഒരു ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ഉണ്ട് കേട്ടോ. ക്ലാസ് വേറെ ഒന്നല്ല, ലാംഗ്വേജ് ഓഫ് കെയറിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ അത് ഇന്ന് നമ്മുടെ ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള എല്ലാ ക്ലാസ്സസും പരിപാടികളും ഒക്കെ ഇന്നുണ്ട്. അപ്പം അതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ പരിപാടികളൊക്കെ. പിന്നെ കുറേ ഒരു കെട്ടുകണക്കിന് പാത്രം കഴുകാൻ കിടക്കുന്നുണ്ട്. കാരണം ഇന്നലെ എനിക്ക് കുറച്ച് മടിയുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കഴുകില്ല ബിക്കോസ് ഓഫ് പീരിയഡ്സ്. എനിക്കിപ്പം എൻ്റെ ടൈമാണ്. ലൈക്ക് ഇവിടെ ആണെങ്കിൽ നമ്മൾ ടാഗാന്ന് പറയും, നമ്മുടെ ഡേ ആന്ന് പറയും. ഇപ്പോൾ പീരിയഡ്സ് ആണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളും എനിക്ക് എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട്. സോ അപ്പോൾ എനിക്ക് കുറച്ച് നാളത്തേക്ക് ഉർലോഭാണ്. ഞാൻ എങ്ങോട്ടും പോകാനൊന്നും പ്ലാൻ ഇട്ടിട്ടില്ല. കാരണം എന്താ പറയുക, എനിക്ക് കുറച്ച് കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ചെയ്ത് തീർക്കാനുണ്ട്. കാരണം കണ്ടിന്യൂസ് 12 വീക്സ് എനിക്ക് ക്ലാസ് ആയിരുന്നു. അപ്പോൾ അത് ഒരു ഹെക്റ്റിക് ആയിരുന്നു. ഇനിയിപ്പം വർക്കിലേക്ക് അടുത്ത് ചാടും. അപ്പം അതിന് മുന്നേ എനിക്കൊന്ന് കുറച്ച് ഓർഗനൈസ് ചെയ്യാനുണ്ട്. കുറച്ച് കാര്യങ്ങളും പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഇത്തവണ വെക്കേഷൻ എവിടെയും പോകണ്ട, വീട്ടിൽ ഇരിക്കാം. അല്ലെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോകാൻ ഓർത്തിരുന്ന ചിലപ്പോൾ ഞാൻ ഒരു ദിവസത്തേക്ക് വല്ല എങ്ങോട്ടെങ്കിലും ട്രക്കിങ്ങിനോ സംതിങ്ങിന് പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ പ്ലാൻ ഇട്ടിട്ടില്ല, തപ്പിക്കൊണ്ടിരിക്കുന്നു. നല്ല വെതർ ആണെങ്കിൽ നമ്മൾ പോകും. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇനി രാവിലെ ഞാൻ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. ആദ്യം തന്നെ നമുക്ക് കുറച്ച് റെസ്റ്റ് എടുത്ത ശേഷം വീട്ടിലൊക്കെ ഒന്ന് വിളിച്ചിരുന്ന ശേഷം ഓരോ കാര്യങ്ങളിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാരണം രാവിലെ 7 മണി ആവുന്നതേ ഉള്ളൂ. അപ്പം സോ ഗൈസ് അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്തു. പക്ഷേ ഇതുവരെ ഞാൻ എൻ്റെ ഫുഡ് കഴിച്ചിട്ടില്ല, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഇപ്പോൾ രാവിലെ 10:30 ആവുന്നു. ഞാൻ ഇപ്പം എണീറ്റതായി, ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല. കാരണം വർക്ക് ഉണ്ടായിരുന്നു, വർക്കിൻ്റെ അകത്ത് ഇരിക്കുകയായിരുന്നു. നിങ്ങൾക്കറിയാവുന്ന അല്ല, നമ്മൾ എഫിസിയറിൻ്റെ പിള്ളേരെ കൊണ്ടുവരുന്നുണ്ട്, ഹോസ്പിറ്റൽ പിള്ളേർ, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പുറകെ ആയിരുന്നു. അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ടില്ല, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. പക്ഷേ കഴിക്കുന്നതിന് മുന്നേ ഞാൻ ഒന്നും കഴിക്കുന്നില്ല. ലൈക്ക് ഒന്നിലും എഗ്ഗ് ബോയിൽ ചെയ്ത് കഴിക്കും, അല്ലെങ്കിൽ മുട്ട പൊരിച്ച് കഴിക്കും. അതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഞാൻ അതിന് മുന്നേ കുറച്ച് പ്ലാൻ ചെയ്യാമെന്ന് വെച്ചു. എനിക്ക് ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കും ഗ്രോസറി ഷോപ്പിങ്ങിന് പോകണം. അപ്പോൾ എന്തൊക്കെ വാങ്ങണമെന്ന് എഴുതി വെക്കട്ടെ. ഫസ്റ്റ് നമുക്ക് പാത്രം കഴുകുന്ന സാധനം വാങ്ങണം. അതിനെന്താ പറയുക, നമുക്ക് വിമ്മ് വാങ്ങണം. വിമ്മ് കിട്ടും കേട്ടോ ഇവിടെ. ആ പാത്രം കഴുകുന്ന സാധനം വാങ്ങണം. പിന്നെ നമുക്ക് മിൽബോയിറ്റിൽ വാങ്ങണം. പിന്നെ നമുക്ക് പാല്, പഴം, പഞ്ചസാര അങ്ങനെയെല്ലാം വാങ്ങണം. ഫ്രൂട്ട്സ് വാങ്ങണം. വെജീസ് വാങ്ങണം. ഫ്രൂട്ട്സ് ഞാൻ കുറച്ചുകൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വരും വഴിയെ അറിയിക്കാം, ഫ്രൂട്ട്സ് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലെടുക്കണം, പിന്നെ എഗ്ഗ് എടുക്കണം, റൈസ് എടുക്കണം. ഷുഗർ എടുക്കണ്ട, ഷുഗർ ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യാണ്. ഷുഗർ വേണ്ട, കോഫി പൗഡർ ഉണ്ട്. പിന്നെ എല്ലാം തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ വെജീസിൻ്റെ കൂടെ തന്നെ നമുക്ക് നോൺ വെജ് ഒന്നുകൂടെ എഴുതി വയ്ക്കാം. അതും എങ്ങനെയാണോ അതനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് വേണോ? അതൊന്നും വേണ്ടല്ലോ. ഐ തിങ്ക് എല്ലാം തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും വേണ്ട എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഞാൻ എഴുതി വെച്ചിട്ടുള്ളൂ. ഗ്രീക്ക് യോഗേർട്ട് വാങ്ങണം. ഇന്ന് മിക്കവാറും എൻ്റെ ജിമ്മിൽ പോക്ക് നടക്കില്ല. കാരണം ഞാൻ ഫുഡ് കഴിച്ചിട്ട് പോകുമ്പോൾ ഒരു ടൈം ആവും. എന്നിട്ട് സാധനം വാങ്ങിച്ചിട്ട് തിരിച്ച് വന്ന് കഴിയുമ്പോഴത്തേക്ക് എനിക്കൊരു ഇൻ്റർവ്യൂവിൻ്റെ ക്ലാസ് ഉണ്ട്, ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് LOC ലാംഗ്വേജ് ഓഫ് കെയറിൻ്റെ ക്ലാസ് എടുക്കാറുണ്ട്. അപ്പം തന്നെ ലേറ്റ് ആവില്ലേ? ഏകദേശം 2-2.5 മണിക്കൂർ ഇന്ന് ക്ലാസ്സിൽ വേണ്ട മാത്രം മാറ്റി വെക്കണം. അപ്പം എൻ്റെ ഇടയ്ക്ക് ജിമ്മിൽ പോകാനുള്ള ടൈമില്ല. കാരണം ഈ പിള്ളേരുടെ വർക്കിന് വേണ്ടി രാവിലെ ഇരുന്നുകൊണ്ട്, അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചപ്പോൾ ജിമ്മിൽ പോയിട്ട് തിരിച്ചു വരായിരുന്നു.
ആ ലൈഫ് ഇങ്ങനെയാണ്. എല്ലായ്പ്പോഴും നമുക്ക് ലൈഫ് സുഖമായില്ല. ഇപ്പം എനിക്ക് കാര്യം പറഞ്ഞാൽ വെക്കേഷനാണ്. വെക്കേഷൻ എന്ന് പറഞ്ഞാണല്ലോ ഇവിടുത്തെ ആൾക്കാർ കിട്ടുന്ന സമയം ഉള്ള പൈസയ്ക്ക് അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു ടൈമാണ്. പക്ഷെ ഞാനോ നമ്മുടെ ടൈമില്ല, വേറെ വർക്കും കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം ഇതാണ് മിക്ക മലയാളീസിൻ്റെയും അവസ്ഥ ഇതൊക്കെ തന്നെ കേട്ടോ. എക്സ്ട്രാ ആയിട്ട് വർക്ക് എടുക്കുന്ന മിക്ക മലയാളീസിൻ്റെയും ഒരവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ഞാൻ ഇവിടെ വന്നിട്ട് കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചു ഇവിടെ വന്നിട്ട് എങ്ങോട്ടും പോയില്ലേ എന്നുള്ളത്. ആക്ച്വലി ഞാൻ ഇവിടെ വന്നിട്ട് എങ്ങോട്ടും പോയിട്ടില്ല. നമ്മൾ ആകെ ഒരു ആംസ്റ്റർഡാം ട്രിപ്പ് പ്ലാൻ ഇട്ടായിരുന്നു, പോകാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കി. നമ്മൾ കാര്യം പറഞ്ഞാൽ ഏത് ട്രെയിനിന് പോകണം ബുക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ടൈമിൽ പിന്നെ വേറൊരു അർജൻസി ഫാമിലിയിൽ വന്നതുകൊണ്ട് നമ്മൾ പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തു. പോകാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് നമ്മളത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ വേറെ ട്രിപ്പൊന്നും വലിയ ട്രിപ്പ് പോയിട്ടില്ല. എല്ലാം കുഞ്ഞു കുഞ്ഞു ട്രിപ്പ് ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് അങ്ങനെ ഉള്ള ട്രിപ്പുകൾ മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ ഇനി ഞാൻ കാര്യം പറഞ്ഞാൽ ഈ ആഴ്ച ചിലപ്പോൾ ഒന്ന് ബയൺ വേറെ പോയാലോ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഫിക്സ്ഡ് അല്ല, ഇവിടുന്ന് ബയണിലേക്ക് നല്ല ദൂരമുണ്ട്, അത് വേറൊരു കേസ്. പക്ഷെ ഫിക്സ് ആയിട്ടില്ല. ഞാൻ എങ്ങനെയാണ് എൻ്റെ സിറ്റുവേഷൻ, എൻ്റെ ഹെൽത്ത് വൈസ്, മഴ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രമേ പോവുള്ളൂ. പോവുകയാണെങ്കിൽ എന്താണെങ്കിലും വ്ലോഗും കാര്യങ്ങളും ഉണ്ടാവും. കാരണം എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളൊരു സ്ഥലമാണ് ഇവിടെ വന്നിട്ട്. ഞാൻ ഇന്നേ വരെ പോയിട്ടില്ല. ഞങ്ങൾ കാര്യം പറഞ്ഞാൽ ഒന്ന് ഗോഡ്സൻ്റെ ഒക്കെ വീട്ടിൽ സ്റ്റുഡ്ഗാർട്ടിൽ പോയപ്പോഴത്തേക്ക് ഒന്ന് പ്ലാൻ ഇട്ടായിരുന്നു നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട്. രാവിലെ ഞാൻ എണീറ്റിട്ട് എല്ലാവരും വിളിച്ചു, ആരും എണീറ്റില്ല. അതുപോലെ തന്നെ അലാറം കിടന്ന് അടിക്കുന്നത് മാത്രമേ ഉള്ളൂ, ആരും ഓഫാക്കാൻ പോലും ഒന്നും എണീക്കുന്നില്ല. പിന്നെ ഞാൻ ഓഫാക്കിയിട്ട് പോയി കിടന്നുറങ്ങി. അല്ലാണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം രാവിലെ പോയിട്ടേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഡിലേ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തേക്ക് എൻട്രി കിട്ടിയിട്ട് പിന്നെ എല്ലാം കണ്ടിറങ്ങുമ്പോഴത്തേക്കും ലേറ്റ് ആവും. ആ ടൈമിൽ കുറച്ചുകൂടെ വേഗം ഇരുട്ടാവുന്ന ഒരു ടൈമോടെ ആയിരുന്നു. അപ്പോൾ എനിവേ ഞാൻ ഇനി പോയി ഫുഡൊക്കെ അടിക്കട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. അപ്പം നമുക്ക് ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കാം. എൻ്റെ കിച്ചണാട്ടോ, ഐ തിങ്ക് എൻ്റെ കിച്ചണാണ് കുറേ അധികം എന്താ പറയുക മോശമായിട്ട് കിടക്കുന്ന ഒരു കിച്ചൺ. ഇത് കംപ്ലീറ്റ് എൻ്റെ സൈഡാണ് കേട്ടോ. ഇത് കംപ്ലീറ്റ് എനിക്ക് വാഷ് ചെയ്യാനുള്ളതാണ്. വാഷ് ചെയ്തെടുക്കണം. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞാൽ പാത്രങ്ങളൊന്നുമില്ല. ഇത് രണ്ടും ഒരു പാത്രമാണ് കേട്ടോ. ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ കാണുമ്പോൾ കുറേ ഉള്ളതുപോലെ തോന്നും, നിറഞ്ഞു കിടക്കല്ലേ. പിന്നെ ഇത് അപ്പടി എടുത്ത് വെക്കണം. അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ആദ്യം നമുക്ക് മുട്ട പൊരിക്കാം. അപ്പം പുഴുങ്ങിയെടുക്കാം അല്ലേ. അതാകുമ്പോൾ ആ നേരം കൂടെ എന്തെങ്കിലും വർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്താണ് കേട്ടോ ആക്കുന്നത് നമ്മൾ. ഇത് ഞാൻ ഇന്നലെ ക്ലീൻ ആക്കി ഇട്ടതാണ്, അതുകൊണ്ട് അടച്ചിട്ടേക്കുമായിരുന്നു. അപ്പം നമുക്ക് എല്ലാം തന്നെ കഴിഞ്ഞു ഫ്രിഡ്ജിൽ. ഇനി ഷോപ്പിങ്ങിന് പോകേണ്ട പറ്റില്ല. 2 മുട്ടക്കുട്ടനുണ്ട്, 2 മുട്ട പൊരിക്കാം. അത് പൊരിക്കല്ല, പുഴുങ്ങാം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു പാത്രം എടുത്ത് പുഴുങ്ങട്ടെ കേട്ടോ ഞാൻ. പിന്നെ നമുക്ക് അതുപോലെ തന്നെ വേസ്റ്റ് കൊണ്ട് കളയാണ്ട്, ലൈക്ക് ബയോ വേസ്റ്റ് കൊണ്ട് കളയാണ്ട്. ബാക്കിയൊന്നും നിറഞ്ഞ് കംപ്ലീറ്റ് ആയിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ റൂമിൽ നിന്ന് എല്ലാം അടിച്ച് പറക്കി കൊണ്ടുവച്ചിട്ടുള്ള വേസ്റ്റും ഇത് കുറേ ഡ്രസ്സുമാണ്. ഇത് ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടി എടുത്ത് വെച്ചേക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ചെയ്ത് തീർക്കാനായിട്ടുള്ളത്. എനിവേ നമുക്ക് നോക്കാം എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, എവിടം കൊണ്ടൊക്കെ നമ്മളിന്ന് തീർക്കും, ഏതൊക്കെ തീർക്കില്ല എന്നുള്ളൊരു കേസസ്. ഇത് ഇന്നലെ ഞാൻ തുണി അപ്പടി ഇളക്കിയിട്ടോ ഉണങ്ങാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ എല്ലാം തന്നെ ഉണങ്ങി ഏകദേശം. അതുപോലെ പീരീഡ്സ് ആണ്. പാട് മാറാനുള്ള കാര്യം എപ്പോഴും ഞാൻ മറന്നു പോകും. കാരണം വേറെ കാര്യത്തിൽ നമ്മൾ ഫോക്കസ് കൊടുത്തിരിക്കുമ്പോൾ അങ്ങനെയുള്ള കേസസ് നമ്മൾ മറന്നു. അപ്പം ഞാൻ എന്തായാലും എൻ്റെ മുട്ടയൊക്കെ പുഴുങ്ങിയെടുക്കട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് കാണാം. ഗൈസ്, ഞാൻ എൻ്റെ മുട്ട പുഴുങ്ങായിട്ട് ഞാൻ മറന്നുപോയി. ഭാഗ്യം ഒത്തിരി വെള്ളം വെച്ചത് ഞാൻ മറന്നുപോയി. എനിക്ക് ഭയങ്കര മറവിയാണ്. എനിക്കറിയില്ല ഇനി വലിയ ഡിമെൻസിൻ്റെ തുടക്കമാണോ എന്നുള്ളൊരു കേസ്. കാരണം എല്ലാ കാര്യവും മറന്നു. വേറെ ഒന്നും ഉണ്ടല്ലോ കേട്ടോ, വേറെയും വർക്കിലിരിക്കുന്നതുകൊണ്ടാണ്. ഞാൻ ഇപ്പം വേറെയും വർക്കും കാര്യങ്ങളുമായിട്ട് ഇതിൻ്റെ ബാക്കിലിരിക്കുകയായിരുന്നു. വെക്കേഷനാണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പം അതിൻ്റെ പുറകെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, മറന്നുപോയി. മുട്ട പുഴുങ്ങാൻ വെച്ച ദിവസം മറന്നുപോയി. ഇപ്പോഴാണ് ഞാൻ അവർക്ക് എന്തോ പ്രശ്നങ്ങളുണ്ടല്ലോ എന്നിങ്ങനെ ആലോചിച്ച് വന്നപ്പോഴാണ് എൻ്റെ മുട്ട പുഴുങ്ങാൻ വെച്ചേക്കാനുള്ളത് പറഞ്ഞത്. ഇപ്പം ഞാൻ വേഗം മുട്ട കഴിക്കട്ടെ കേട്ടോ. മുട്ട ജസ്റ്റ് ബോയിൽ ചെയ്ത് മാത്രം കഴിക്കും ഞാൻ. അപ്പം കഴിക്കട്ടെ. ചിലപ്പോൾ കുറച്ച് മയോണൈസ് കൂടെ എടുക്കും. എനിക്ക് മയോണൈസിൽ മുട്ട മുക്കി കഴിക്കാൻ ഇഷ്ടം. അപ്പോൾ അതോടെ കഴിച്ചിട്ട് നമുക്കിനി നാട്ടിലേക്ക് ഹനോവറിലേക്ക് പോകാനുള്ള പരിപാടികൾ നോക്കാം. ഞാൻ ഹനോവർ പോയി ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. കാരണം വേറെ ഒന്നുമില്ല, എനിക്ക് KFC കഴിക്കണം എന്നുണ്ട്. കാരണം എനിക്കിനി വലിയവരായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം KFC പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ KFCയും കഴിച്ചിട്ട് നമുക്ക് ഹനോവറിൽ നിന്ന് ലിഡിലിൽ നിന്ന് കുറച്ച് സാധനങ്ങളും വാങ്ങി ഒന്ന് ഇന്ത്യൻ സ്റ്റോറിലും പോവാം. എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. സോ ഗൈസ്, അപ്പം ഞാൻ നമ്മുടെ പ്ലാൻ മാറ്റിയിട്ടുണ്ട്. ആദ്യം ഷോപ്പിങ്ങിന് പോകാമെന്ന് പറഞ്ഞ പ്ലാൻ മാറ്റി ഞാൻ ആദ്യം ഓടാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഔട്ട്ഫിറ്റിലേക്ക് മാറുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ പാൻറ്റ് വേണം.
ചെറിയൊരു തണുപ്പുണ്ടെന്ന് തോന്നുന്നു, കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ പാൻറ്റാണ് ആദ്യം ഇടുന്നത്. പാൻറ്റും ഇടും, അതുപോലെ തന്നെ ഒരു ടോപ്പും ഇടണം. എടുക്കട്ടെ. ഇതിട്ടുകൊണ്ട് ഓടാൻ പറ്റില്ലല്ലോ, നമുക്ക് ജിം വയർ ഇട്ട് തന്നെ പോവാം. സോ ഐ തിങ്ക് നമുക്ക് ഇതും നമ്മുടെ ജാക്കറ്റ് എടുക്കുക, കാരണം തണുപ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വേഗം ക്വിക്കായിട്ടൊന്ന് റെഡി ആവട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഓടാൻ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഷൂ എടുത്തിട്ടാൽ മതി. അല്ല അതുപോലെ ഞാൻ വിചാരിച്ചു ഒരു ബാഗ് ഓർ സംതിങ് എന്തെങ്കിലും എടുക്കാം, കാരണം എനിക്ക് പോക്കറ്റ് ഇല്ല. അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ അകത്തിട്ട് സെക്യൂർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. ഇത് എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ടൈറ്റ്സ് ഇട്ടേക്കുന്നത് കൊണ്ട്, മറ്റേ പീരീഡ്സ് ആയതുകൊണ്ട് നമുക്ക് മറ്റേ ലൈക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള പാൻറ്റീസോ കാര്യങ്ങളൊന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ ബാക്ക് കുറച്ചൊരു ബോറായിട്ടായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ജസ്റ്റ് ഇത് എടുത്തു എന്നേ ഉള്ളൂ. തണുപ്പ് കൂടുവാണെങ്കിൽ നമുക്കിത് ഇടാമല്ലോ. അപ്പം അങ്ങനെ എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് സാധനം കണ്ടുപിടിക്കണം. എനിക്ക് താക്കോല് സെക്യൂർ ചെയ്യാനുണ്ട്, അതുപോലെ ഫോണും എടുത്ത് വെക്കാനുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സാധനം കണ്ടുപിടിക്കണം. അപ്പം ഞാൻ ഓടാൻ പോകാൻ നേരത്തിന് കാണാം. ഷൂ ഒക്കെ ഇട്ട് റെഡിയായി കഴിയുമ്പം കാണാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഓടാൻ പോവാം. എല്ലാം സെറ്റാണ്, എല്ലാം എടുത്തിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഇറങ്ങാണ്. ട്രൈപോഡ് എടുക്കുന്ന കാര്യം പറഞ്ഞാൽ എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷേ കുത്തി കയറ്റാൻ എവിടെ സ്ഥലമില്ല. ഞാൻ ആ ജാക്കറ്റ് മാറ്റി എൻ്റെ ലെതറിൻ്റെ ജാക്കറ്റ് എടുത്തിട്ട് കാണാൻ ഇച്ചിരി വൃത്തികേടാണെന്നുണ്ടെങ്കിലും ഞാൻ നോക്കിയപ്പോൾ ഇതിനകത്താണെങ്കിൽ സാധനം കൊള്ളും. ഇതെടുത്തിട്ടു. നമുക്ക് പയ്യെ ഓടാൻ പോകാം. ആദ്യം നമുക്ക് നടക്കാം, എന്നിട്ട് നമുക്ക് ഓടാം. ദാഹിക്കുന്നുണ്ടായിരുന്നു കാര്യം പറഞ്ഞാൽ. ഇനിയിപ്പോൾ വെള്ളം കുടിക്കാൻ കയറിപ്പോകാൻ മടിയാണ്. ചൂടുണ്ട് കേട്ടോ, ഇത് നല്ല ചൂടൊന്നുമില്ല. നമുക്ക് ഇത്രയും കവർ ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ഇത്രയും ചൂടേ ഉള്ളൂ. ലെറ്റർ എന്തെങ്കിലും ഉണ്ടോ? പുതിയ ലെറ്റർ ഒന്നുമില്ല, എല്ലാം പഴയത് തന്നെ. നമുക്ക് പയ്യെ കുറച്ച് നേരം നടക്കാം, അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം. ഞാൻ അങ്ങനെ ഒരു ഓട്ടത്തിൻ്റെ പേഴ്സണോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. എനിക്കങ്ങനെ ഓടാൻ പോകുന്നതോ ഒന്നും വലിയ താല്പര്യമുള്ള കാര്യമല്ല. പക്ഷേ എങ്കിൽ പോലും ഞാൻ ഇപ്പോൾ ജിമ്മിൽ പോകുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. എങ്കിലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നില്ല, കുറേ പ്രശ്നങ്ങൾ കാരണം. എനിക്ക് ജിമ്മ് ഇവിടെ നിന്ന് കുറച്ച് ദൂരെയാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ടൈമും എല്ലാത്തിൻ്റെ ഒരു പരിധി കാരണം പോകാനായിട്ട് പറ്റാറില്ല. പിന്നെ ഫുഡും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് കഴിക്കുന്നില്ല. അപ്പോൾ ജിമ്മിൽ പോയാലും തളർന്ന് ഞാൻ വീഴും. അതുകൊണ്ട് പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ളൂ. പിന്നെ ആക്ച്വലി ഞാൻ ജിമ്മിൽ പോകാൻ നിർത്തിയിരുന്നതാണ്, പക്ഷേ ഇന്ന് കുറേ വർക്ക് വന്നുകൊണ്ട് നടന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു ഓക്കെ എന്നാൽ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാം എൻ്റെ വാമപ്പ്, നമുക്ക് ഓടി തുടങ്ങാമെന്ന് വിചാരിച്ച് നമ്മൾ ഓട്ടം തുടങ്ങുകയാണ് ഇന്ന്. നാളെ ജിമ്മിൽ പോകണം. ഞാൻ ഇന്നലെ എൻ്റെ അനിയനെ വിളിച്ചു. എൻ്റെ അനിയനാണ് കേട്ടോ എൻ്റെ പേഴ്സണൽ ജിം ട്രെയിനർ. അവനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു ഞാൻ എന്താണ് നാളെ ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് ക്ലാരിറ്റി ആക്കിയ ശേഷമാണ് കേട്ടോ ഞാൻ ജിമ്മിലേക്കൊക്കെ പോകുന്നത്. കാരണം എനിക്ക് വലിയ വർക്കൗട്ടിനെ പറ്റി വലിയ പിടിയൊന്നുമില്ല. അപ്പോൾ എനിക്ക് ആരുടെയെങ്കിലും ഒരാളുടെ ഹെൽപ്പ് വേണം. അപ്പോൾ അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവനെന്നാ പുഷ് പുള്ള് കളിച്ചാൽ മതി, ഇന്ന് നീ ചെസ്റ്റും ഷോൾഡറും ട്രൈസെപ്സും കളിച്ചു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുതരും. അപ്പോൾ ഏത് വർക്കൗട്ടാണെന്നൊക്കെ നമുക്ക് പറഞ്ഞുതരും. അതനുസരിച്ച് ചെയ്താൽ മതി, എളുപ്പമുണ്ടല്ലോ. അപ്പോൾ ഞാൻ പയ്യനി നടന്ന് പോട്ടെ. നല്ല രസമുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ നടക്കുമ്പോൾ കാണാൻ. കാരണം സമ്മർ ആയതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിലും നന്നായിട്ട് പൂക്കളൊക്കെ നന്നായിട്ട് വിരിഞ്ഞ് ഒരു അടിപൊളി ഒരു പച്ചപ്പും ഹരിതാഭയൊക്കെ ഉള്ളൊരു സമയം കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ പയ്യെ പോട്ടെ. പോയ ശേഷം ഓടാൻ നേരത്തിന് കാണാം കേട്ടോ. ഗൈസ്, ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. 21 വയസ്സുള്ളെങ്കിലും ആരോഗ്യം 19 വയസ്സുള്ള ഒരാളുടെയാണ്. നിങ്ങൾ എന്നെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് സ്ലിമ്പൊക്കെ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. സ്റ്റാമിന ഇല്ല ഗൈസ്, കംപ്ലീറ്റ് സ്റ്റാമിന എൻ്റെ പോയിട്ടുണ്ട്. പണ്ടൊക്കെ എങ്ങനെ ഓടിച്ചാടി നടന്നുകൊണ്ടിരുന്നത് ഞാനാ. ഓടാൻ പോയിട്ട് ഒന്നനങ്ങാൻ പറ്റില്ല, ഒരു 50 മീറ്റർ പോലും ഓടിയില്ല. അതിനിപ്പുറം കിതയ്ക്കാൻ തുടങ്ങി. അപ്പം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡെയിലി വർക്കൗട്ട് ചെയ്തു കേട്ടോ. ഫുഡ് കഴിക്കുന്നതും ഒക്കെ നമ്മളെ കൊണ്ട് പറ്റും, മനുഷ്യന്മാരെ കൊണ്ട് ഒരിക്കലും പറ്റാത്തൊരു കാര്യമാണ് ശരീരം അനങ്ങുക. ഡെഡിക്കേറ്റഡായിട്ട് എന്തെങ്കിലും ഇങ്ങനത്തുള്ള കാര്യം ചെയ്യുക. ഞാൻ എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ അന്നൊക്കെ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് പിന്നെ കുറേ കാര്യങ്ങൾ ഒഴിവാക്കി വെച്ചിട്ട് ഞാൻ ഇറങ്ങി വന്നതാണ്. അതിപ്പോൾ ഈ അവസ്ഥയിലായി. ദാഹിക്കാൻ തുടങ്ങി. എന്തായാലും ദാഹിച്ചാലും ശരി, തൊണ്ട വറ്റി
പൊട്ടിയാലും ശരി എന്നിനി ഓടിയിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോകുന്നുള്ളൂ ഞാൻ തീരുമാനിച്ചാണ്. അങ്ങനെ ഇറങ്ങി വന്നതാണ്. മടുത്തു. പക്ഷെ എന്നെ കാണുമ്പേ എനിക്കൊരു കുഴപ്പമില്ല. ലൈക്ക് അത്യാവശ്യം നല്ല ഫിറ്റായിട്ടുള്ള ബോഡി, മെലിഞ്ഞിരിക്കുന്നു, ഒരു പ്രശ്നമില്ലല്ലോ. അങ്ങനെയല്ല, അങ്ങനെ ഇരിക്കുന്നവർക്കൊക്കെയാണ് തോന്നുന്നു ഓടാൻ പറ്റാത്ത. എൻ്റെ ഉമ്മച്ചി ഇതെല്ലാം സെറ്റപ്പ് ആയിട്ടുള്ളൂ. ഞാൻ പോയി പോട്ടെ, വണ്ടി വന്നിട്ട്. അല്ലോ ഇടിച്ചിടുവോ? പയ്യെ കാട്ടിലേക്ക് മാറി നോട്ടു. അപ്പുറത്തേക്ക് പോയാൽ എന്തോ വേറെന്തോ സംഭവം. അവിടെ പോയി വീണയിൽ നല്ല ഇങ്ങോട്ട് വരയ്ക്കുന്ന. ഓക്കെ, പിന്നെ നമ്മൾ ഓടാനുള്ള സ്ഥലം എത്തിയിട്ടുണ്ട്. ഞാൻ ചുമ്മാ ഒന്ന് ഓടി നോക്കിയതാണ്. അപ്പറേ പറ്റില്ല, ഇതിൽ കൂടെ ഇനി ഓടാം. സ്ഥലം കാണിച്ചു തരാം. അപ്പം ഇതിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. നല്ല പ്രകൃതി രമണീയമായൊരു സ്ഥലമാണിത്. അപ്പം ഇതിൽ ഈ കാണുന്ന വഴി അങ്ങോട്ട് ഓടാൻ പോവാണ്. ഞാൻ അവിടെ വരെ ഓടിപ്പോത്തി നിൽക്കുകയാണ്. മിക്കവാറും ഞാൻ ഛർദ്ദിക്കും. അവിടെ നിന്ന് ഇങ്ങനെ തികട്ടി വരുന്നുണ്ട്. തുപ്പലം പറ്റി. വിചാരിച്ചത്ര ഞാൻ ഓടിയെന്നാണല്ലോ. ഇത്രമ്പോൾ ഞാൻ പ്രതീക്ഷയില്ലായിരുന്നു. അയ്യോ, നമുക്കൊന്ന് പയ്യെ സ്ട്രെച്ചൊക്കെ ചെയ്തിട്ട് തിരിച്ചു പോകണം. കാരണം ഇവിടെ നിന്ന് ഈ വീട് വരെ ഒത്തിരി ദൂരമുണ്ട്. അപ്പം കംപ്ലീറ്റ് മടുത്ത് ടയർഡായി ഗൈസ്. ഇത്ര ഓടുന്നു ഞാൻ പ്രതീക്ഷയില്ല. നന്നായിട്ട് വിറക്കുന്നുണ്ട്. ഇതെല്ലാം തുറന്നിട്ടിട്ട് വേണം തിരിച്ച് വീട്ടിലേക്ക് പോകാൻ. ഡെയിലി ഓടിയാൽ മതി, വയറ് പറഞ്ഞു വിടാം. നല്ല പാട് കേട്ടോ. അടുത്ത് തിരിച്ച് വീട്ടിൽ പോട്ടെ കേട്ടോ. വിരിപ്പിന് കാണാം ഗൈസ്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കും പോലെ ഇവിടെ ഉച്ചയൊന്നുമല്ല, ഏകദേശം വൈകുന്നേരം ആവുന്നു. 5 മണി ആവാറായി. അപ്പം ഞാൻ ഇത് വേറെ ഷോപ്പിങ്ങിന് പോയില്ല. ഞാൻ ആ ഓടാൻ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വേറെ 2-3 കോള് വന്നു. അതിൻ്റെ ബാക്കിലായിരുന്നു. പിന്നെ എനിക്ക് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ എടുത്ത് കൊടുക്കേണ്ട സമയം ഏകദേശം ആയായിരുന്നു. അപ്പം ഞാൻ ആ ടൈമിൽ ഷോപ്പിങ്ങിന് പോയാൽ ധൃതി പിടിച്ച് പോകേണ്ടേയും വരും. അതുപോലെ എനിക്ക് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാനും പറ്റില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ബുദ്ധി ഉപയോഗിച്ചിട്ട് പോവാണ്ട് ഞാനൊരു കാര്യം ചെയ്തു, വെയിറ്റ് ചെയ്തു നിന്നു. കാരണം വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് താമസിച്ച് വന്നാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമുക്കിന്ന് പോയിട്ട് KFC കഴിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഷോപ്പ് ചെയ്തിട്ട് തിരിച്ചു വരാം. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ പ്ലാൻ. അപ്പം നമുക്ക് നോക്കാം. ട്രെയിൻ കയറാൻ വേണ്ടി പോവാം. വെയിലുണ്ട് കേട്ടോ, ചൂടുണ്ട്. ഞാൻ ആ ഡ്രസ്സ് തന്നെ ഇട്ടു, പാൻറ്റ് മാത്രം ഒന്ന് ചേഞ്ച് ചെയ്തു, ബാഗും എടുത്തു, അതിൻ്റെ ഒത്തിരി കവറും ഉണ്ട്. ഞാൻ പോട്ടെ. ആണിട്ടത് ഫുഡ്, ഒത്തിരി ഫുഡുണ്ട്. ഇത് എനിക്ക് ഫ്രീ കിട്ടിയത് കേട്ടോ. ഇത് ഫ്രീ ആണ്, കാണിച്ചു തരാം. ബർഗറുണ്ട്, പോമസ് ഉണ്ട്, പിന്നെ അത് ഫുൾ ഹോട്ട് വിങ്സ് ആണ്. ഇത് ഫ്രീ ആണ്. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം വരുന്നില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ പോയത് ലഡ്യൂരാണ് കേട്ടോ. എപ്പോഴും ഏത് പാതിരാത്രി ഒരു കുട്ടിക്ക് തിരക്കാം. അപ്പം നമുക്ക് എടുത്തുകൊണ്ടിരിക്കുമ്പം വ്ലോഗ് എടുക്കാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ നാളെ ഞാൻ നെറ്റോയിൽ പോകുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് ബിറ്റ് എടുത്ത് ഇതിൻ്റെ ഭാര്യ എന്നാണ് ആലോചിക്കുന്നത്. അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ അതിൻ്റെ കുറച്ച് ബിറ്റ് കാണിക്കാം, കുറച്ച് പ്രൈസും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത്. കാരണം ഇവിടെ ഇപ്പോൾ തിരക്കുള്ളപ്പോൾ നമുക്ക് ഫോണോ എവിടെയെങ്കിലും ഒന്ന് വെച്ചിട്ട് വീഡിയോ എടുക്കാനോ കാര്യങ്ങളൊന്നും പറ്റില്ല. കാരണം ഫോൺ എടുത്തടിച്ചിട്ട് നല്ല ചാൻസസ് കൂടുതൽ. കുറച്ച് സാധനം വെച്ച് വേറെ ഒന്നുമില്ല. ഞാൻ 2 ചിക്കൻ്റെ ഡ്രം സ്റ്റിക്ക്, അതായത് ലെഗ് പീസ് മാത്രം 2 എടുത്തു. 16 പീസ് എടുത്തു. പിന്നെ ആപ്പിൾ എടുത്തു, മാംഗോസ് ഫ്രോസൺ എടുത്തു, സ്ട്രോബെറി ഫ്രോസൺ എടുത്തു, പിന്നെ ഗ്രീക്ക് യോഗോട്ട് എടുത്തു, പിന്നെ 2 മിൽക്ക് ബ്രോയിറ്റർ എടുത്തു. വേറെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം എനിക്ക് ആവശ്യമില്ല. പിന്നെ ഇതിനകത്ത് ഓൾറെഡി നമ്മുടെ ചിക്കനുണ്ട്, നമുക്ക് കഴിച്ചില്ല. 18 പീസ് വിങ്സ് ഇനി കിടപ്പുണ്ട് KFC. അപ്പോൾ അതിന് നാളെയൊക്കെ കഴിച്ച് തീർക്കാനുള്ളതാണ്. നമുക്ക് ഇന്ന് പോയിട്ട് എനിക്ക് ഇപ്പോൾ എനിക്ക് ക്രേവിങ്സ് കുറച്ച് യോഗോട്ടും ഫ്രൂട്ട്സൊക്കെ മിക്സ് ചെയ്ത് ഒരു യോഗോട്ട് ബൗൾ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബോൾ കഴിക്കുന്നുണ്ട്. ഇങ്ങനെയാണത്. അത് നമുക്കിന്ന് പോയിട്ട് ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് കുളിയൊക്കെ പാസ്സാക്കിയിട്ട് കിടന്നു പോകാം. വെയിൽ നനയ്ക്കുന്നതോ മുടി കഴിക്കുന്നില്ല, കാരണം നേരത്തും ഓടാനൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ
അവസാനം ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്തു. ഐ നോ ഇതത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ അല്ല. കോസ് എനിക്കിപ്പോൾ മറ്റേ പണ്ടത്തെ പോലെ വീഡിയോ ചെയ്യാനുള്ള താല്പര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ജീവിതത്തിൽ കുറേ ഉത്തരവാദിത്തങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പം മിസ് ചെയ്യുന്നുണ്ട്. പണ്ടത്തെ ആ ഒരു ലിസ്ണ എന്നുള്ളൊരു ഇത് ഞാൻ നിലവിൽ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഉത്തരവാദിത്ത ബോധം കൂടി അതനുസരിച്ചിട്ട്. അപ്പോൾ വേറൊന്നുമില്ല, ഞാൻ വീട്ടിലെത്തി, എല്ലാം കൂടെ ഓക്കെയാണ്. ഇപ്പോൾ എനിക്ക് വിശക്കുന്നൊന്നുമില്ല. KFC കഴിച്ചാൽ അങ്ങനെയാണ്, എല്ലാവർക്കും അറിയാം. ചിക്കൻ കഴിച്ച് കഴിയുമ്പോഴൊരു സിറ്റുവേഷൻ അത് തന്നെയാണ്. ഞാൻ വീട്ടിൽ വിളിച്ചു, കുറേ കാര്യങ്ങൾ ഡീൽ ചെയ്തു. ഇനി രാത്രി കുറച്ചുകൂടെ വർക്കുണ്ട് പിള്ളേരുടെ തന്നെ, അപ്പം അതിന് വേണ്ടി ഇരിക്കണം. അതിന് മുന്നേ പോയി ഒന്ന് കുളിക്കണം. അപ്പോൾ അത് കിടക്കാൻ നേരത്ത് വർക്ക് ചെയ്താൽ മതി. അങ്ങനെയാണ്. അപ്പോൾ ഇനി കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ച് പാത്രം കുറച്ച് കഴുകാണ്ട്, അപ്പം അതുകൂടെ ഒന്ന് നോക്കണം. എല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കിടക്കും. പിന്നെ ഞാൻ ബാക്കി സ്കിൻ കെയറോ അല്ലെങ്കിൽ നൈറ്റ് ടൈം അങ്ങനെ ഇതൊന്നും ഞാൻ കാണിക്കുന്നില്ല. അതിന് പോവാണ്. അപ്പം നമുക്ക് നാളെ ഹോപ്പ്ഫുള്ളി ഞാൻ നാളെയും കൂടെ ഒരു വീഡിയോ എടുക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇന്ന് കിടക്കാൻ വേണ്ടിയിട്ട്. ഒന്നും എനിക്കറിയില്ല, എൻ്റെ കാര്യം ആയതുകൊണ്ട് എടുക്കാൻ ചാൻസുകളുണ്ട്. കാരണം വെക്കേഷനാണ്, വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എന്നതുകൊണ്ട് ഞാൻ ചിലപ്പോൾ എടുക്കും. തിരക്കുകളൊന്നും അങ്ങനെ വരുന്നില്ലല്ലോ. അപ്പം നമുക്ക് നോക്കാം. ആൻഡ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എനിക്ക് കുറേ മെസ്സേജ് വരുന്നുണ്ടോ എന്താ വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചിട്ടും. അതുപോലെ കുറേ പേര് ഒരു പ്ലസ് സൈഡ് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് എപ്പോഴും. എനിക്കിഷ്ടമാണ് വീഡിയോ കാണുന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഉണ്ടായി. ഞാൻ അവർക്ക് റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ. കാണുന്ന അത്യാവശ്യം എല്ലാവർക്കും, ഞാൻ 99% ആൾക്കാർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. ആരെങ്കിലും ഒരാളെയൊക്കെ മിസ്സായി പോകാറുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കുന്നവരുണ്ടെങ്കിലേ ജസ്റ്റ് ഒരു ഹായ് ബൈ പറഞ്ഞയച്ചാൽ ഞാൻ ചിലപ്പം റിപ്ലൈ തരില്ല. എൻ്റെ മൂഡ് ഓക്കെ അല്ലെങ്കിൽ, നല്ല മൂഡാണെങ്കിൽ ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കും കേട്ടോ. അതിപ്പോൾ ആരാണെന്ന് ഞാൻ നോക്കില്ല, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കും. പക്ഷെ മൂഡ് ശരിയല്ല എന്നുണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ തരില്ല. മൂഡ് ശരിയില്ല എന്ന് പറയുമ്പോൾ ചിലർ നമുക്ക് മെസ്സേജ് അയക്കും, ഹായ് ഒക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ട് നമ്മൾ റിപ്ലൈ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് വേറെ പല കാര്യങ്ങളൊക്കെ എനിക്ക് അറിയണ്ടേ. പിന്നെ അങ്ങനെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. കാരണം ഒരു ഹായ് മാത്രം അയച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അറിയില്ല അവരെന്തിനാണ് മെസ്സേജ് അയക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ അയക്കുന്നവരുണ്ടെങ്കിൽ എന്താണെങ്കിലും ഞാൻ റിപ്ലൈ തരും. ഇപ്പോൾ വാട്സപ്പിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും. പക്ഷേ നിങ്ങൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് നേരിട്ട് ഡയറക്റ്റ് പറയാം കേട്ടോ. ഞാൻ കാണുമ്പോൾ അതിന് ഞാൻ റിപ്ലൈ തരും. അപ്പോൾ ഇനി ഞാൻ പോട്ടെ. നമുക്കിപ്പോൾ നാളെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.